ദൈവം ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കേണ്ടതിനായി, ദൈവത്തിന്റെ കൃപ ഈ കുഞ്ഞിന് മേൽ ധാരാളമായി ചൊരിയപ്പെടേണ്ടതിനായി, ദൈവത്തിന്റെ അഭിഷേകം ഈ കുഞ്ഞിന്റെ മേലേക്ക് വെളിപ്പെടേണ്ടതിനായി ഇന്ന് പകൽക്കാലം സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചാട്ട്, സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചാട്ട് അവരെ അവൻ തുറന്ന് വായിലെ തുറന്ന് അല്പസമയം സ്തോത്രം പറഞ്ഞ് നന്ദി അർപ്പണത്തോടെ സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങൾക്ക് നന്ദി പറയുകയാണ്. അങ്ങ് നൽകി തന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം പറയുക. അങ്ങ് നൽകി തന്ന കൃപകൾക്കായി സ്തോത്രം പറയുക. അങ്ങയുടെ സകല അനുഭവങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുക. ഇന്ന് പകൽക്കാലം പ്രിയ പ്രിൻസും പ്രിയറിയായി ഈ കുഞ്ഞിനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുമ്പോൾ ആമേൻ, അവർക്ക് ദൈവത്തോടുള്ള സ്നേഹവും അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസവും അവർക്ക് ദൈവത്തോടുള്ള ദൈവിക ആശ്രയത്തിലുമാണ് ഈ കുഞ്ഞിനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവൻ സ്വർഗീയ സാന്നിധ്യം ഈ കുഞ്ഞിലേക്ക് വെളിപ്പെടുവാൻ, സ്വർഗീയ അഭിഷേകം ഈ കുഞ്ഞിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ, അവൻ ദൈവത്തിന്റെ ഏത് പദ്ധതിക്ക് വേണ്ടി ഈ കുഞ്ഞി ഭൂമിയിൽ പിറന്നോ ആ ദൈവിക പദ്ധതി കുഞ്ഞിലൂടെ ദൈവം നിറവേറ്റേണ്ടതിനായി നമുക്ക് ആത്മാർത്ഥമായി ഇന്ന് പകൽക്കാലം സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രിയ പ്രിൻസിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവൻ പ്രിയ റിയയ്ക്കായി നമുക്ക് സ്തോത്രം പറയുക. അവൻ ഗ്രാൻഡ് പേരൻസിനായി നമുക്ക് സ്തോത്രം പറയുക. ഹല്ലേലൂയ. അവൻ കർത്താവേ, ശുശ്രൂഷയെ ഞങ്ങൾ തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അലങ്കരിക്കണമേ. അങ്ങയുടെ കൃപ ഇന്ന് പകരം ഞങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പ്രിയ പ്രിൻസിനോട് പ്രിയ റിയയോട് ഞാൻ ചോദിക്കുന്നു, ദൈവം നിങ്ങൾക്ക് ദാനമായി നൽകി തന്ന ഈ പ്രിയ പൈതൽ, പ്രിയ അവൻ കുഞ്ഞിനെ ദൈവത്തിന്റെ പഥ്യോപദേശത്തിലും ദൈവത്തിന്റെ വചനത്തിന്റെ ആധാരത്തിലും ആത്മീക അനുഭവത്തിലൂടെയും കർത്താവിന്റെ സ്നേഹത്തിലും ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഈ കുഞ്ഞിനെ വളർത്തുവാൻ നിങ്ങൾ രണ്ടുപേരും സമർപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ വാക്കിനാലാണ് ദൈവസഭയായി ഞങ്ങൾ ഈ കുഞ്ഞിനെ ഇത് പകൽക്കാലം സമർപ്പിക്കുവാനായിട്ട് ജീവന്റെ അവസാനം വരെ, കർത്താവിന്റെ ആയുസ്സിന്റെ അവസാന നിമിഷം വരെ ഈ കുഞ്ഞ് ദൈവം എത്ര നാള് നിങ്ങൾക്ക് നൽകി തരുന്നു ആ കുഞ്ഞിനെ ദൈവിക ഭയത്തിലും ദൈവിക ഭക്തിയിലും ദൈവ കൃപയിലും വളർത്തുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ കുഞ്ഞ് കർത്താവിനാൽ അനുഗ്രഹമുള്ളതായി തീരുവാൻ, ഈ കുഞ്ഞ് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ രാജ്യത്തിൽ ഈ കുഞ്ഞ് കാണപ്പെടുവാൻ ദൈവസഭയായി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. സഭയോട് ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കുന്നു, ഈ സ്തോത്ര പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഭാ വിശ്വാസികൾ, റിലേറ്റീവ്സ്, ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വം ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഇന്ന് ഒരു ദിവസം ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് പോകുവാനല്ല, ഇതിന് നിങ്ങൾ സാക്ഷി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ വരുന്ന സമയത്തൊക്കെ ഈ കുഞ്ഞിന് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാമും കടപ്പെട്ടവരാണ്. നമുക്ക് ഒരുമിച്ച് ആ ദൗത്യം വിശ്വസ്തയോടെ ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. Thank you Jesus. Hallelujah. Thank you Lord. Thank you Lord. Thank you Lord. Thank you Lord. നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ കുഞ്ഞിലേക്ക് ഇന്ന് പകൽക്കാലം സ്വർഗത്തിലേക്ക് കരം ഈ കുഞ്ഞിലേക്ക് ഇറങ്ങി വരട്ടെ. സ്വർഗത്തിലെ അഭിഷേകം ഈ കുഞ്ഞിലേക്ക് ഇറങ്ങി വരട്ടെ. സ്വർഗീയ സാന്നിധ്യം ഈ കുഞ്ഞിലേക്ക് ഇറങ്ങി വരട്ടെ. ബലഹീനമായ അടിയന്റെ കരത്തിൽ ഈ കുഞ്ഞിന്ന് പകൽക്കാലം ഇരിക്കുമ്പോൾ ബലമുള്ള ദൈവത്തിന്റെ കരം ഈ കുഞ്ഞിന്റെ മേൽ വെച്ച് ഞങ്ങളുടെ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി തന്ന ഈ ഉദരഫലവുമായി ഞങ്ങൾ തിരുപാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ്. മക്കളുടെ ഹോമ നൽകുന്ന ദാനമാണ് ഉദരഫലം, ദൈവത്തിന്റെ പ്രതിഫലമായിരിക്കുക. ദൈവം നൽകി തന്ന ഈ നന്മയുമായി ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരികയാണ്. ഇത് ഞങ്ങളുടേത് അല്ലെന്നും ഇത് ദൈവത്തിന്റെ വകയെന്നും മനസ്സിലാക്കി ദൈവം തന്ന ഈ നന്മയെ, ദൈവം തന്ന ഈ ഉദരഫലത്തെ ദൈവകരങ്ങളിലേക്ക് തിരിച്ചു തന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്തോത്രത്തോടെ അങ്ങയുടെ കരത്തിൽ നിന്ന് വാങ്ങുവാൻ ദൈവം നൽകി തന്ന കൃപകൾക്കായി
ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുക. ആമേൻ. ഒരു അപ്പന്റെ ആമേൻ കടമകൾ, ഒരമ്മയുടെ കടമ വിശ്വസ്തയോടെ ചെയ്യുവാൻ പ്രിയ പ്രിൻസിനെയും പ്രിയ പ്രിയയെയും ദൈവം സഹായിക്കണമേ. ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കണമേ. ദൈവത്തിന്റെ അഭിഷേകം അവരുടെ മേൽ ചലിക്കപ്പെടണമേ. ഈ കുഞ്ഞിനെ അഭിഷേകത്തിൽ വളർത്തുവാൻ, അവൻ ദൈവിക വചനപ്രകാരം വളർത്തുവാൻ, ദൈവിക ഭക്തിയുപദേശത്തിൽ വളർത്തുവാൻ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കുവാൻ അവൻ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. വിശേഷമായി കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുക. അവൻ അവന്റെ ജനനം മുതൽ ഇന്നുവരെ കർത്താവിന്റെ കൃപയുണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ തരുത്തില്ലെന്ന് അവൻ ദുഷ്ടൻ പലവട്ടം ബാധിച്ചപ്പോൾ, ദുഷ്ടൻ പലവട്ടം യുദ്ധം ചെയ്തപ്പോൾ, ദുഷ്ടൻ പലവട്ടം അവനവന്റെ പദ്ധതികൾ മെനഞ്ഞപ്പോൾ, യഹോവ ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് എന്ന് ഞങ്ങൾ പറഞ്ഞ് ജയം പ്രാപിച്ച് ജയം ഭരിച്ച് ഈ കുഞ്ഞിനെ ഞങ്ങൾ അങ്ങയിൽ നിന്ന് പ്രാപിച്ചതാണെങ്കിൽ ഈ കുഞ്ഞ് ദൈവരാജ്യത്തിന് മുതൽ കൂട്ടായി. ആത്മാവിൽ ഇങ്ങനെ പ്രവചിച്ചു പറയുന്നു, ഇവരുടെ തൊണ്ടയിലൂടെ പുറപ്പെടുന്ന ശബ്ദം ഒരു അഭിഷേകത്തിന്റെ ശബ്ദമാണ്. ഇവരുടെ തൊണ്ടയിലൂടെ പുറപ്പെടുന്ന പാട്ടുകൾ ഒരു അഭിഷേകത്തിന്റെ പാട്ടായി. ആത്മാവിൽ ഞാൻ ഇങ്ങനെ കാണുന്ന ഒരു വർഷിപ്പ് ലീഡറായി ദൈവത്തിന്റെ രാജ്യത്തിന്റെ രക്ഷമണിക്ക് വേണ്ടി ഈ കുഞ്ഞ് വളർന്നു വരേണ്ടതിനായി നമ്മുടെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ചു ചേർന്ന് ഇന്ന് പകലിൽ അവന് കുഞ്ഞിനെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവൻ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ നാമത്തിൽ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തിന്റെ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ കുഞ്ഞിനെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ അവൻ ആവർത്തന പുസ്തകത്തിൽ കേട്ടതുപോലെ ഈ കുഞ്ഞിന്റെ മനസ്സിൽ വചനം നിറയട്ടെ, ഈ കുഞ്ഞിന്റെ ഹൃദയത്തിൽ വചനം നിറയട്ടെ. ഇവളുടെ അഭിഷേകത്തിന്റെ ആഴങ്ങളിൽ അവൻ ജ്വലിക്കപ്പെടട്ടെ. ഇവളുടെ വായിലൂടെ പുറപ്പെടുന്ന ദൈവിക വാക്കുകൾ, ദൈവിക ശുശ്രൂഷയുടെ വാക്കുകൾ മറ്റുള്ളവരെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം സഹായിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. രോഗപരാധ കർത്താവ് സൂക്ഷിക്കണം, അപകടം വരാതെ കർത്താവ് താങ്ങണമേ. ദൈവകൃപയിൽ വളർത്തുവാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശിശാലയുടെ പ്രിയച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോളിമാമയ്ക്കായി സ്തോത്രം. ആമേൻ. പ്രിയയുടെ പേരൻസിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ദൈവസഭയ്ക്കും സമൂഹത്തിനും അവരുടെ കുടുംബത്തിനും കൊള്ളാവുന്ന കുഞ്ഞായി വളർന്നു വരുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ഈ കുഞ്ഞും സ്വർഗത്തിൽ കാണപ്പെടുവാൻ, ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നത് ദൈവരാജ്യത്തിന് മഹത്വമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങൾ ഈ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു, ലോകപരമായി ഞങ്ങൾ ഈ കുഞ്ഞിനെ വളർത്തത്തില്ല. ദൈവിക വഴിയിൽ വളർത്തുവാൻ ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി തരണമേ. ഈ കാലഘട്ടം ഒരു വല്ലാത്ത കാലഘട്ടമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തുവാൻ മാതാപിതാക്കന്മാരായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി കുഞ്ഞിനെ തിരുക്കരങ്ങളിലേക്ക് താഴ്ത്തി ഞങ്ങൾ ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് മഹത്വമായി ഈ കുഞ്ഞു മാറേണ്ടതിനായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾ വാങ്ങുന്നു. ഇത് മടക്കി അവരുടെ പേരൻസിന് കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കി ദൈവം തീർക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ ശുശ്രൂഷയുടെ മേൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. മാതാപിതാക്കന്മാരാണ് നിങ്ങളോടുള്ള ലാസ്റ്റ് ചാർജ്. ഈ കുഞ്ഞിനെ സ്തോത്രം പറഞ്ഞ് നിങ്ങളുടെ കരത്തിൽ തിരിച്ചു തരുമ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു, ഈ കുഞ്ഞിനെ ദൈവകൃപയിലും ഒരു പ്രാവശ്യം കൂടെ ദൈവിക ഭക്തിയുപദേശത്തിലും ആത്മനിറവിലും ദൈവരാജ്യത്തിന് കൊള്ളാവുന്ന ഒരു കുഞ്ഞായി വളർത്തിയെടുക്കുവാൻ കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചിട്ട് ഈ കുഞ്ഞിനെ മാതാപിതാക്കന്മാരുടെ കയ്യിലേക്ക് ഞങ്ങൾ മടക്കി തരുന്നു. Thank you, Jesus. Hallelujah. ആ കണ്ണുകളിൽ ഒരു പ്രാവശ്യം കൂടെ നടച്ചാട്ടെ. പാസ്റ്റർ ദയവായിട്ടൊന്ന് വന്നാട്ട് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ഈ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇറ്റ്സ് വെരി ടഫ് ടു അപ്ബ്രിങ് അവർ ചിൽഡ്രൻ. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ ഭയങ്കര പ്രയാസമുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ദൈവത്തിന്റെ കൃപ ഇവരുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി ഗ്രാൻഡ് പേരൻസിനെയും ഓർത്തുകൊണ്ട് ചുരുക്കം വാചകങ്ങളിൽ ദയവായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുസന്നിധിയോടടുത്ത് വരികയാണ്. വിശേഷാൽ ഇന്ന് രാവിലെ പ്രിയ പ്രിൻസിനും പ്രിയായ്ക്കും ദാനമായി കൊടുത്ത കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് അടിങ്ങൾക്ക് കൃപ നൽകിയത് കർത്താവിന് നന്ദി പറയുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നത് പോലെ ചുരുളിൽ എന്നെ കുറിച്ച് എഴുതി, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വന്നിരിക്കുന്നു. ഈ കുഞ്ഞ് ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കാൻ ഈ കുഞ്ഞിനെ സഹായിക്കണമെന്ന് ദൈവത്തോട് 8-ാം നാളിൽ പരിച്ഛേദന ചെയ്യുവാൻ യേശുവിനെ മാതാപിതാക്കൾ ആലയത്തിലേക്ക് കൊണ്ടുപോയി. ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞുമായി എല്ലാ ആഴ്ചകളിലും ആലയത്തിലേക്ക് വരുവാൻ സഹായിക്കണം. 13-ാമത്തെ വയസ്സിൽ ആമേൻ ഹല്ലേലൂയ യെരൂശലേം ദേവാലയത്തിൽ പുരോഹിതന്മാരോട് ചേർന്ന് വിശുദ്ധ ബൈബിളിലെ ആമേൻ ഹല്ലേലൂയ ആലോചനകൾ ചോദിച്ച് യേശുവിനെ പോലെ ഈ കുഞ്ഞിനെ വളർത്തുവാൻ അവരെ സഹായിക്കണമേ. യേശു ആത്മാവിലും അവൻ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ള കുഞ്ഞായി വളർന്നതുപോലെ ഈ കുഞ്ഞ് അത്തരത്തിൽ വളരുവാൻ ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയായിക്കും പ്രിൻസിനും ദൈവം ആ വലിയ ഉത്തരവാദിത്വം അവരെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബീച്ചാനായ ആന്റിക്കായി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെ സഹായിക്കണമേ. പദ്യോപദേശത്തിൽ വളർത്തുവാൻ കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്തം മറക്കാതെ ശാസിക്കേണ്ടടുത്ത് ശാസിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കേണ്ടടുത്ത് പ്രോത്സാഹിപ്പിക്കുവാൻ, വളർത്തേണ്ട മണ്ഡലങ്ങളിൽ വളർത്തുവാൻ ഒക്കെയും ഞങ്ങൾക്കും കൃപ നൽകണമേ. തൃക്കരങ്ങളിൽ താഴ്ത്തുന്നു, ഏൽപ്പിക്കുന്നു. മഹത്വമെല്ലാം അങ്ങേക്കും യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ദൈവം നമുക്ക് ദാനമായി നൽകി തന്ന ഈ കുഞ്ഞിന് ആമേൻ ഓൾറെഡി പേരുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിലും ഇന്ന് മുതൽ ആമേൻ ഒലിവിയ റിയ മെബിൻ എന്ന നാമകരണത്തിൽ അറിയപ്പെടുന്നതായിട്ട് ആമേൻ പറയുന്നു. നമ്മുടെ കരങ്ങളെ അടിച്ച് ഈ കുടുംബത്തിന് നിങ്ങളെ വിടിക്കട്ടെ. Thank you for the faith and strength to win the day. Your words bring light, your power never dies and takes my fears away. It's not the hardest thing to do. How can I question you? Throw my life into the fray, let go and live my life your way. Make these changes, make me strong. Lean to His grace to guide you on. Lord, I say from bend and kneel, do what you ask of me. Swing these dreams to make me see and believe what you've got coming. Is it worth the time to fight your right to ask me to obey? It's not the hardest thing to do. How can I question you? Throw my life into the fray, let go and live my life your way. Make these changes, make me strong. Lean to His grace to guide